MLA സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ല. ഇത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. വേറെ ആരെങ്കിലും അന്വേഷണത്തിന് വന്നാൽ നമ്മൾ 3 പേരും തൂങ്ങും. നീ എന്തോന്നും മിണ്ടാത്തെ? പാപ്പ, ഞാൻ വേറൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്താ? അവളെന്തിനാ ഈ കേസിന്റെ അന്വേഷണം പാപ്പനെ തന്നെ ഏൽപ്പിച്ചത്? മനസ്സിലായില്ല. ആ ഋഷിയുടെ കേസ് ഉഴപ്പിയതോടെ അവൾക്ക് പാപ്പന്റെ കഴിവിലുള്ള വിശ്വാസം ഇല്ലാതായല്ലോ. മറ്റാരെങ്കിലും കേസ് ഏൽപ്പിക്കുമെന്ന് അന്നേ പറഞ്ഞതല്ലേ. അങ്ങനെയുള്ള സാഹചര്യത്തില് ഇത്രയും നിർണായകമായ ഒരു കേസിന്റെ അന്വേഷണം അവളെന്തിനാ പാപ്പനെ തന്നെ ഏൽപ്പിച്ചേ? അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തില് CM അവളൊരു റിക്വസ്റ്റ് കൊടുത്ത അവള് പറയുന്ന ആരെയും അന്വേഷണത്തിന് ഏൽപ്പിക്കും. എന്നിട്ടും അവളുടെ കണ്ണിൽ റിസൾട്ട് കിട്ടാത്തൊരു ഉദ്യോഗസ്ഥനെ എന്തിനാ ഈ കേസ് ഏൽപ്പിച്ചേ? സാറേ, ആ ചോദ്യം കറക്റ്റാ. അതവൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടായിക്കൂടെ? മാത്രമല്ല, നന്ദൻ ഒരു കൊലപാതകയാണെന്ന് തോന്നലുള്ളതുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അറിയണ്ട എന്നും കരുതി കാണും. ഇല്ല, എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നില്ല.